ഞാൻ അവർക്ക് വാപ്പല്ല ശരിക്കും, ഒരു ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തിനു പറയുന്നു അവനെപ്പോലെയാവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും. എനിക്ക് എൻ്റെ മോൻ അനുവാദമില്ലെങ്കിലും എനിക്കെല്ലാം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഒരു പറച്ചിലൊക്കെ ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ്. മിസ്യുപ്പ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെയാണുള്ളത്. എൻ്റെ ഷർട്ട് അവിടെ എടുത്തേക്കും. ഇപ്പം എൻ്റെ വേർപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല. അവന് ആ ഷർട്ട് ഇട്ടിട്ടാ കിടക്കൽ. ഇനി എൻ്റെ ആ നാട്ടിലോട്ട് ഞാനില്ല. എനിക്കത് വേണ്ട. ആ നാട് വേണ്ട. എല്ലാം തകർത്തതാണ് നാട്. എനിക്ക് വേണ്ട. എൻ്റെ സ്വപ്നങ്ങളാണ് തകർത്തത്, എൻ്റെ പ്രതീക്ഷകളാണ് തകർത്തുവിട്ടത്. അതുകൊണ്ട് എനിക്ക് ആ നാട് വേണ്ട. എന്നെ മാത്രം ബാക്കിയാക്കി വിട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ നമ്മുടെ ലേഖകൻ ഷഫീഖ് മുണ്ടക്കൈ ഒരു സ്റ്റോറി എഴുതുകയുണ്ടായി. അതിൻ്റെ ഒരു തലക്കെട്ട് ഐ മിസ് യു ഉപ്പ എന്നായിരുന്നു. മകൻ ഉപ്പ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇത് ഒരു സർപ്രൈസായി അത് തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു എഴുത്ത് പിതാവിനാണ് കൊടുക്കുന്നത്, നൗഫലിനാണ്. നൗഫൽ ഈ ദുരന്തത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നു. നൗഫലിൻ്റെ ഭാര്യയും ഉമ്മയും ഉപ്പയും 3 മക്കളും അങ്ങനെ കുടുംബത്തിൽ വലിയ വീട് ഉൾപ്പെടെ വലിയ ദുരന്തം അഭിമുഖീകരിച്ച ഒരാളാണ്. നൗഫൽ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുകയാണ്. നിഹാലിൻ്റെ ആ ഒരു ഐ മിസ് യു ഉപ്പ എന്ന് പറഞ്ഞ എഴുത്താണല്ലോ നമ്മളൊക്കെ വായിച്ചത്. എന്താണ് സംഭവം? അത് ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പോകുമ്പോൾ, എത്ര വർഷം മുമ്പാണ് പോകുന്നത്? ഞാനൊരു 4 മാസം മുന്നാണ് ഇവിടുന്ന് പോകുന്നത്. മോളെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? ഞാൻ ഒമാനിലാണ്. ഒമാനില് ജാലംബുവാലി എന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്താണ് വർക്ക്? അവിടെ കാറ്ററിംഗ് ആണ്. ഈ ഒമാനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. 4 മാസം മുന്നേ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അവനെന്തോ ഒപ്പിക്കുന്നുണ്ട്, അവനെന്തോ കത്ത് എഴുതിക്കണ്, ആരും കാണിച്ചു തരുന്നില്ല, നിങ്ങളെ ബാഗിൽ അവനെന്തോ വെക്കണ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, അത് ബാഗിൽ ചാർജർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവൻ അതിലാണ് അത് വെച്ചിട്ടുള്ളത്. അവൻ പറഞ്ഞു വേണ്ട, ഞാൻ രൂപത്തിലായിരുന്നു അത്? എഴുത്തായിട്ട് ബോക്സ് ആണോ? അങ്ങനെ ഒരു കവറിലാക്കിയിട്ട്, ഒരു ലെക്കോട്ട് രൂപത്തിലാക്കിയിട്ട് അവൻ നല്ല പശയൊക്കെ തേച്ച് ഒട്ടിച്ച് നല്ല ഇതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ് ആക്കി വെച്ചിരുന്നു. അവനോട് അവന് പറഞ്ഞ് അതൊക്കെ ഞാൻ വെച്ചോളാം, എന്താ വെക്കണ്ടേ ഞാൻ ബാഗിൽ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവന് മനസ്സിലായി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അവൻ പറഞ്ഞു, ഇത് ഞാൻ പറയാതെ ഇപ്പം അത് തുറക്കരുത്, ഞാൻ പറയാതെ അത് തുറക്കാൻ പാടില്ല. ഞാനും എൻ്റെ മോനൊക്കെ പറഞ്ഞാൽ അത്രക്കുള്ള ഇതാണ്. ഞാൻ അവർക്ക് വാപ്പല്ല ശരിക്കും, ഒരു ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തിനു പറയുന്നു അവനെപ്പോലെയാവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും. ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത്. എൻ്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ ഈ വീട്ടിലായതുകൊണ്ടാണ്, ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിൽക്കുന്നത്. അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ മകന് എന്നോടുള്ള സ്നേഹം ആരും അറിയാതെ പോകരുത് എന്നുള്ള ഇതിലാണ് ഞാനിത് ചെയ്യുന്നത്. അവന് എൻ്റെ ഷർട്ട് ഇടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവൻ കിടക്കുക. അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല. എൻ്റെ ഷർട്ട് അവിടെ എടുത്തേക്കും. ഇപ്പം എൻ്റെ വേർപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല. അവൻ ആ ഷർട്ട് ഇട്ടിട്ടാണ് കിടക്കൽ. അത്രക്കും എൻ്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ 3 മക്കളെ ഞാൻ നല്ല സ്നേഹിച്ചതാണ്. എൻ്റെ ഭാര്യനെ, ബാപ്പാനെയും ഉമ്മാനെയും.